തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആരും വോട്ട് പാഴാക്കരുത്, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ നന്മയ്ക്ക് ഉതകുന്നവരാരോ ആരാണോ, രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. ഒന്ന്, നാടിൻ്റെ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്നവരാരോ അവരെ പ്രോത്സാഹിപ്പിക്കണം. രണ്ട്, വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തെ സഹായിക്കുന്നവരെയും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇനി ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക നിലപാട് ഞങ്ങളെടുത്തു എന്നൊന്നും പറയുന്നില്ല. ഇനി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനിയും സമുദായം പിന്നോക്കം തള്ളപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വന്ന നിലപാടുകൾ പറയേണ്ടി വരും. ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതായത് സഭ എന്ന നിലയിൽ ഈ മത്സരിക്കുക എന്നുള്ള രീതിയിലില്ല, കക്ഷി രാഷ്ട്രീയം ഇല്ല. കത്തോലിക്ക കോൺഗ്രസിനോട് കൃത്യമായിട്ട് അവരൊരു സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അവർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഓരോ പ്രദേശത്തെയും അവരോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓരോ പ്രദേശത്തെയും സ്ഥിതിവിധികൾ പഠിക്കാനും അവിടുത്തെ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് ആരാണോ എങ്കിൽ അവരെ വളർത്താനും സമുദായത്തിന് വേണ്ടി നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏത് കക്ഷി എന്നുള്ളതൊക്കെ അത് അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും കക്ഷി രാഷ്ട്രീയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇനി ആ അവസരത്തിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നോക്കിയിട്ട് കത്തോലിക്ക കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമുണ്ടല്ലോ, മാഷുണ്ട് ഇവിടെ, മാഷാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല. ഏകദേശം എല്ലാമായി സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണെന്ന് അവരോടൊപ്പം അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്നല്ല, അതിനപ്പുറത്തേക്ക് നമ്മെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിച്ചിരിക്കുമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സമയമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് അല്ല, അതിന് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത് വരുന്ന ഇലക്ഷനെ കുറിച്ചുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. വേറെ ഒന്നുള്ളത്, ഇനി തടയാൻ നിന്നാൽ തടയേണ്ടി വരും. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങളെ തടഞ്ഞാൽ ഞാൻ വാക്ക് ഇനി അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കേണ്ട. ആശയം മനസ്സിലായല്ലോ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഏകദേശം. അതായത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കും രാഷ്ട്രനിർമ്മിതിയിൽ വലിയ പങ്കുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനി അത് തുടരുകയും വേണം. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ആയിട്ടുള്ളത് കേരളത്തിലും ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. പക്ഷെ വലിയ വിവേചനം നേരിടുന്ന ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ ഒരു പിൻബലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സമുദായ ജാഗ്രതാ സദസ്സിൽ പറയുന്നത്, നിങ്ങൾ ഇനിയും ഉണ്ടാതിരിക്കരുത്, നിങ്ങൾ ശക്തമായി മുന്നോട്ട് വരണം. അതാണ് കത്തോലിക്ക കോൺഗ്രസിനോട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അന്നത്തെ സാഹചര്യങ്ങളിൽ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ബ്ലാങ്ക് ടിക്കറ്റ് ആർക്കും കൊടുത്തില്ല. അങ്ങനെയല്ല പറയാം, ബ്ലാങ്ക് ചെക്ക് ബ്ലാങ്ക് ചെക്ക് ആർക്കും കൊടുത്തില്ല. ആശയം മനസ്സിലായോ? ഭരണഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, രാഷ്ട്രത്തിൻ്റെയും നാടിൻ്റെയും നന്മ വളരെ പ്രാധാന്യമുള്ളതാണ്. മൂന്ന്, ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ, പൗരന്മാരെന്ന നിലയിൽ ഈ പൗരന്മാർ പലതരത്തിൽ പിന്തള്ളപ്പെടുമ്പോൾ, വിവേചനം നേരിടുമ്പോൾ, അനീതി നേരിടുമ്പോൾ അതിനെതിരെ ഒന്നിച്ചു നിന്ന് നീതി ലഭിക്കാൻ, അവകാശങ്ങൾ ലഭിക്കാൻ വളരാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.
ഏകദേശം ഒരു ഇതായി അല്ലേ? നിർത്താറായ നമുക്ക് നിർത്താമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെ എനിക്ക് വലിയ സന്തോഷമുണ്ട് മാധ്യമപ്രവർത്തകരെ, ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളിവിടെ നിങ്ങളുടെ തീർച്ചയായിട്ടും വലിയ സ്നേഹബന്ധമാണ്. പിന്നെ ജോർജാണ് നിങ്ങളുടെ ഏജൻറ്റ് എല്ലാം. എന്നാലും തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വരുന്നു. എപ്പോഴും ഇവിടേക്ക് വരാം. വലിയ ഫോർമാലിറ്റികളൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നിങ്ങൾക്ക് പറയാം. പിന്നെ ചിലരിവിടെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും മുഴുവൻ പരിചയമില്ല, എന്നാലും പരിചയപ്പെടുന്നതിന് സന്തോഷം. നിങ്ങൾ വരുന്നതിന് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് വലിയ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു.